പതുക്കെ കഴിക്കടാ. ഇതാരും ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പോണില്ല. ഹലോ. എന്തേ ചേച്ചി ഒരു റൂം വേണം. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് വേറെ എവിടെയും ഇവിടെ കിട്ടിയില്ല. ഇതാരാ? വൈഫ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ അമീറേ, എനിക്കില്ലാത്ത ടെൻഷൻ നിനക്കെന്തിനാ? ഞാൻ ഇക്കാരോടൊരു അക്ഷരം പറയാണ്ട് ഇങ്ങോട്ട് വന്നു. അത് ടെൻഷൻ. അത് സാരല്ല, ഇക്കെല്ലാം മനസ്സിലാവും. എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യാ? ഞാൻ ഓൾഡ് ഫോട്ടോസ് നോക്കുക. ഇനിയിപ്പോൾ അവന്മാരെയൊക്കെ വിളിച്ച് കാര്യം എങ്ങനെ അറിയും? കുറച്ച് ദിവസം ഫോൺ ഇല്ലാണ്ടിരിക്കുന്നത് നല്ലതാ. അകത്തേക്ക് വരൂ. എത്ര ദിവസത്തേക്കാ? അതൊരു 3 ദിവസത്തേക്ക് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാം. ബാക്കി പിന്നെ ചെയ്താൽ പോരെ? അത് കുഴപ്പമില്ല. ID കാർഡ് തന്നു. വൈഫിന്റെ പേരെന്താ? അഞ്ജലി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ലാസ്റ്റ് റൂം. ഓക്കെ. ID കാർഡ് അടുത്ത ദിവസം പ്രിന്റ് എടുത്തിട്ട് തരാം. ഓക്കെ. ഹലോ സാർ, ഇവിടെ 2 ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ റൂം കൊടുത്തിട്ടുണ്ടേ. അത് കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അത്തേക്കുട്ടി ഉണ്ടല്ലോ. കുഴപ്പമില്ല സാറേ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സാർ. സാർ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. സാറിൻ്റെ അമ്മ ഹോസ്പിറ്റലാ. അപ്പോൾ ഇവിടെ ആരാ? ഇവിടെ നമ്മളില്ലേ? ചിക്കൻ. രണ്ട് ചപ്പാത്തി എടുത്തോ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ശരിക്കും ഭാര്യയും ഭർത്താവാണോ? അവര് പറയുന്ന കള്ളോടാ. കള്ളാണെങ്കിൽ എന്താ? ഇവിടെ വരുന്നവരൊക്കെ കഴപ്പ് തീർക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? വേറെ വല്ല പണിക്കും പോണോ? എനിക്ക് നല്ല പണിയുണ്ടായിരുന്നതാ, അല്ലാതെ നിന്നെ പോലെ ബുദ്ധി ഉറക്കാത്തതല്ല. ഇനി കുറച്ചു കാലം ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. നമുക്കൊരു പുതിയ വീടെടുത്ത് മാറണ്ടേ? ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം.
അപ്പോൾ ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനാണോ മാഡത്തിൻ്റെ പരിപാടി? പഠിക്കാനൊന്നും പോകില്ലേ? പിന്നെ എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുന്നത്? എന്താ? ഹായ് ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് എന്താ? പുട്ട്. അതെ ചേച്ചി, ഇന്നലെ പുറത്ത് എന്തോ ഒരു ഭയങ്കര സൗണ്ടായിരുന്നു, അതെന്താ? ഓ, അത് വല്ല കാട്ടുപന്നിയായിരിക്കും. രാത്രിയാകുമ്പോൾ പതിവുള്ളതാ. കുറച്ചു കാലമായിട്ട് ശല്യമൊന്നുമില്ലായിരുന്നു. ഓണർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതിനൊക്കെ വന്നേനെ. ഹസ്ബൻഡ് എവിടെ? മോർണിംഗ് വാക്കിന് പോയതാ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, എവിടെങ്കിലും റേഞ്ച് കിട്ടുമോ നോക്കാൻ പോയതാ. അല്ലാതെ രാവിലെ എണീക്കാൻ മടിയുള്ള ആളാ. ചേച്ചി സോറി. എന്തിന്? ഇന്നലെ പറഞ്ഞത് കള്ളമായിരുന്നു. ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ പറഞ്ഞ ചേച്ചി ഇറക്കി വിടുമോ എന്ന് പേടിച്ചിട്ടാ പറയാഞ്ഞത്. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. അതെങ്ങനെ? ഞാനിവിടെ വരുന്ന എത്ര ആളുകളെ കാണുന്നതാ. വീട്ടിലൊക്കെ അറിഞ്ഞ പ്രോബ്ലം ആയതാണോ? ഏയ് ഇല്ല, ഇപ്പോൾ അറിഞ്ഞാണ്. അവൻ്റെ ഫ്രണ്ട്സ് മാരേജിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുവരെ ഒന്ന് മാറി നിൽക്കണം, അത്രേ ഉള്ളൂ. കുറേ നാളായിട്ടുള്ള പ്രേമ? 3 വർഷമായി. ഈ റിലീജിയനൊക്കെ നോക്കി ആരെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? ദാറ്റ്സ് വൈ വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരീഡ്. എനിക്കൊന്നും പേടിയില്ല, അവനുണ്ടല്ലോ എൻ്റെ കൂടെ. ഒന്ന് നിന്നിട്ട് പോടാ, എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റില്ല. ഞാൻ എടുത്തോണ്ട് പോണോ? വേണ്ട, നീ ഒന്ന് നിന്നാ മതി. മത്തായി, ഒന്നിരുന്നിട്ട് പോടാ. ഇത് മുഴുവൻ നിന്റെ സാറിന്റെ ആണോ? അല്ല, സാറിൻ്റെ അച്ഛൻ്റെ. ഓ, അപ്പൊ നിന്റെ സാറിന്റെ അച്ഛനത്ര നിസ്സാരക്കാരനല്ലല്ലേ? അതെന്താ അങ്ങനെ? എങ്ങനെ? സാറിൻ്റെ അച്ഛൻ നിസ്സാരക്കാരനല്ലാന്ന്. അതല്ല, ഇതൊക്കെ ഒറ്റയ്ക്ക് നടത്തണോണ്ട് ചോദിച്ചതാ. പക്ഷേ സാറിൻ്റെ അച്ഛൻ ഇവിടെ തൂങ്ങി മരിച്ചു. അതെന്തിനാ? അറിയില്ല. എത്ര വർഷമായി? 7. അത് ശരി, നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാണോ? ഈ പഹയന്റെ ഒപ്പം നടന്നെത്താൻ ഭയങ്കര പാടാ. ഇവന് ഒടുക്കത്തെ സ്റ്റാമിനയാ. ഇഷ്ടായോ? കിട്ടിയില്ല? ആ കിട്ടി. ഇക്കാനെ ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ അവന്മാരെ വിളിച്ചപ്പോൾ 2 ദിവസമുള്ള കാര്യങ്ങൾ സെറ്റാക്കാന്നാ പറഞ്ഞത്. ശരിയാക്കുവോ? അതെന്തോ ഒരു സംശയം പോലെ. അല്ല, നിന്റെ ഫ്രണ്ട്സ് അല്ലേ, അതാ ചോദിച്ചേ. ഏയ് അങ്ങനൊന്നുമില്ല, സെറ്റാവും. ശരി, എന്നാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ. ഓ, ആ കവറൊന്ന് കളമത്തായി. ഇവിടെ കളഞ്ഞ സാറിനെ തല്ലും. അപ്പൊ നിന്റെ സാറ് നിന്നെ തല്ലുവോ? അപ്പൊ നിന്റെ സാറ് വില്ലനാണല്ലേ? അല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സാറിനെ തല്ലും. ഓ, എന്തായാലും പോകുന്നതിന് മുമ്പ് നമ്മൾ മത്തായി കുട്ടിക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. ഉറപ്പായിട്ട്. ചിക്കൻ ബിരിയാണി. ചിക്കൻ എങ്കിൽ ചിക്കൻ. ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
അവനെ നിങ്ങൾ നോക്കണ്ട, അവൻ എങ്ങനെ കഴിക്കാറ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നോണ്ടാ. മത്തായിക്കുട്ടിയുടെ വീട് ഇവിടെ അടുത്താണോ? അല്ല, കറക്റ്റായിട്ട് അറിയില്ല. ട്രിവാൻഡ്രം സൈഡിൽ എവിടെയാണ്, കറക്റ്റായിട്ട് അവനും അറിയില്ല. സാറ് ഫാമിലി? സാറ് കല്യാണം കഴിച്ചിട്ടില്ല. സാറിന് അമ്മ മാത്രമേ ഉള്ളൂ, അത് കോട്ടയത്താ. അതെന്ത് പറ്റി കല്യാണം കഴിക്കാണ്ടിരുന്നത്? അറിയില്ല, എന്തോ പേഴ്സണൽ പ്രോബ്ലംസ്. ആ അവരെ പറ്റി നിനക്ക് എന്താ തോന്നണേ? ആരെ പറ്റി? അവരെ പറ്റി നല്ല ആളുകളാ. എനിക്ക് തോന്നുന്നില്ല അവരത്ര നല്ല ആളുകളാന്ന്. ഞാൻ വെറുതെ പറഞ്ഞാടാ. നിനക്ക് ഞാൻ ഒരു ഐറ്റം തരട്ടെ?